കാറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തെറപ്പിയാണ്, ഒരു സ്ട്രെസ് റിലീവിംഗ് ആണ് കാർ വാഷ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നല്ല അഴുക്കൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി തിളക്കി വയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതുപോലത്തെ മഴയത്തൊക്കെ ഓടി കംപ്ലീറ്റ് ചെളിയായിട്ടിരിക്കുന്ന 5 സീരീസ് നമുക്ക് നേരെ ഒന്ന് കഴുകാൻ പോവാം. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റും അതുപോലെ പൊടിയും, ആ സ്ക്രീനിലൊക്കെ നിറച്ച ഫിംഗർ പ്രിൻ്റാണ്. അതുകൂടാതെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള സ്ഥലങ്ങളിൽ പൊടിയും കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു ഓയിലി സബ്സ്റ്റൻസും എല്ലാം കൂടി വൃത്തികേടാണ്. അതുപോലെ ഇവിടെ മീറ്റർ കൺസോളിൻ്റെ അവിടെ കുറച്ച് പൊടിയെല്ലാം ഉണ്ട്. വണ്ടിയുടെ പുറത്താണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് പറ്റിയ വെള്ളക്കറ കുറച്ച് കാണാനുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ അധികം അഴുക്കില്ലെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം അഴുക്കാണ് വണ്ടിയിൽ. നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ AC-യുടെ എയർ വെൻസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്തുള്ള ഒരു ഹാൻഡിൽ പോലത്തെ സാധനം കിട്ടും. അത് വെച്ച് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ആദ്യമേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ശ്വസിക്കാനുള്ള എയർ വരുന്ന എയർ വെൻറ്റിൽ നിന്ന് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റീരിയർ ക്ലീനിങ്ങിന് എപ്പോഴും എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മൈക്രോ ഫൈബർ ക്ലോത്ത് വേണം. ഒന്ന് വെറ്റ് ക്ലോത്തും ഒന്ന് ഡ്രൈ ക്ലോത്തുമായിട്ട്. നമുക്ക് ഈ 2 ക്ലോത്ത്സ്, ഈ ഒരു 2 ക്ലോത്ത് അപ്രോച്ചാണ് എപ്പോഴും നമ്മളെന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മെഗ്വയർസിൻ്റെ ഒരു ഓൾ പർപ്പസ് ഇൻറ്റീരിയർ ക്ലീനറാണ്. എല്ലാ മെറ്റീരിയൽസിലും യൂസ് ചെയ്യാം. എനിക്കറിയാവുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് എന്ത് സാധനം ചെയ്യാറുള്ളൂ. എല്ലാവരും എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണും. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. അതിൻ്റെ അത് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇതുപോലത്തെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൾഡ് ആയിട്ടുള്ള സർഫസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെയിലത്തൊക്കെ കിടന്ന് പഴുത്ത് കിടക്കുന്ന ഡാഷ്ബോർഡിൽ ഈ മെറ്റീരിയൽ സ്പ്രേ ചെയ്യരുത്. തണുത്തിരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രം ഇത് നമ്മുടെ ബോഡി പാനൽസിൽ സ്പ്രേ ചെയ്യുക. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് കാണുന്ന എല്ലാ സ്ഥലങ്ങളും പൊടിയൊന്നും ഇല്ലാതെ അതുപോലെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും ഇല്ലാതെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലെതർ ക്ലീനിങ്. നമ്മൾ ലെതർ സീറ്റ്സ് ഉള്ള കാറുകൾ എന്താണെങ്കിലും ലെതർ ക്ലീനിങ്ങിന് വേണ്ടി തന്നെയുള്ള സ്പെഷ്യൽ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ലെതറിൻ്റെ ആ ഡ്രൈ ആയി പോകാതിരിക്കാനും മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഈ പ്രോഡക്റ്റ് യൂസ്ഫുള്ളാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ജീൻസിൽ നിന്ന് പറ്റുന്ന ആ ഒരു കളറും ഡൈയും എല്ലാം റിമൂവ് ചെയ്യാനും ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊന്നും ഇതുപോലത്തെ വൈപ്സ് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം എല്ലാ സർഫസിലും ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. തന്നെ ഡ്രൈ ചെയ്യുന്നതാണ്. അത് പിന്നെ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആംബ്രസ്റ്റൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് അഴുക്ക് അതിൻ്റെ അകത്ത് ആയിട്ടുണ്ടാകും. നമ്മൾ ഫുൾ ടൈം കൈ വയ്ക്കുന്ന സ്ഥലമാണ്. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ വേർപ്പോ എല്ലാം കൂടി അവിടെയൊക്കെ അത്യാവശ്യം നല്ലോണം അഴുക്കായിട്ടുണ്ടാവും. അപ്പോൾ ആംബ്രസ്റ്റ് മറക്കാതിരിക്കുക.
നമുക്ക് നേരെ എക്സ്റ്റീരിയറിലേക്ക് പോകാം. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് മൈക്രോഫൈബർ ക്ലോത്ത്സും ബ്രഷും കുറച്ച് ക്ലീനിങ് പ്രോഡക്റ്റ്സും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ വണ്ടി ഈ വിഷ്വലിലും അത്ര വൃത്തികേടായിട്ട് തോന്നുന്നില്ല, പക്ഷേ ആക്ച്വലി അത്യാവശ്യം നല്ല വൃത്തികേടാണ്. അപ്പോൾ ഇൻസെക്ട്സിൻ്റെ ഇതൊക്കെ റെസിഡ്യൂസ് പോകാൻ വേണ്ടിയിട്ട് ഇൻസെക്റ്റ് റിമൂവറാണ് ആദ്യമേ സ്പ്രേ ചെയ്യുന്നത്. അത് എല്ലായിടത്തും അടിക്കേണ്ട ആവശ്യമില്ല. ഇൻസെക്ട്സ് വന്ന് ഇടിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം അത് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഫ്രണ്ടൽ ഏരിയ വരുന്ന നമ്മുടെ ബമ്പർ, ഹെഡ്ലൈറ്റ്, അതുപോലെ മിററിൻ്റെ സൈഡുകൾ, ഇത്തരം സ്ഥലത്താണ് ഞാൻ ഇൻസെക്റ്റ് റിമൂവർ അടിക്കാറുള്ളത്. ഞാൻ ആദ്യമായിട്ടൊരു പുതിയ കോൺടാക്ട്ലെസ് കാർ വാഷിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫോം വരും. അത് വെച്ച് നമ്മൾ ബ്രഷ് വെച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ്ലി കോൺടാക്ട്ലെസ് ആയിട്ട് ഈ വാട്ടർ എന്തോ ഒരു കെമിക്കൽ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. അത് വെച്ച് കഴുകിയാൽ പോകുമെന്നാണ് അവർ പറയണത്. അത് കാരണം പണി എളുപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരുപാട് വൃത്തികേടല്ലാത്ത വണ്ടികൾ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. എൻ്റെ കുറച്ച് വൃത്തികേടാണെങ്കിലും ഭയങ്കര മോശം അവസ്ഥയൊന്നുമില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 2 വീക്സ് ഒക്കെ ക്ലീൻ ചെയ്യാറുള്ള കാരണം ഒരുപാട് വൃത്തികേടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഒരു ബ്രഷ് വളരെ ഹാൻഡിയാണ്. നമുക്ക് എത്താൻ പാടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ വിടവുകളിലൊക്കെ ഇതുപോലത്തെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത്, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി ഇൻസെക്ട്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് നമുക്കതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂസ്ഫുള്ളാണ് ടയറിൽ. ഇതുപോലെ നമ്മുടെ ബ്രേക്ക് ഡസ്റ്റ് എല്ലാം കൂടെ വന്നിട്ട് നല്ല വൃത്തികേടായിരിക്കും. അലോയ് വീൽസ് പെട്ടെന്ന് തന്നെ ഒരു 100 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ബ്രേക്ക് ഡസ്റ്റ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് വെച്ച് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസ് എപ്പോഴും നല്ല സ്പാർക്ക്ലി ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇവരുടെ മെത്തേഡ് ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം അഴുക്കെല്ലാം പോയിട്ടുണ്ട്. ഞാൻ ബ്രഷ് വെച്ച് തൂക്കുകയോ അല്ലാതെ ഫോം വെച്ച് ഫുൾ പതപ്പിച്ചിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തൂക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല. വെറുതെ വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് എന്തോ ഒരു കെമിക്കൽ അതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവിടെ വരില്ലെങ്കിലും യൂഷ്വൽ അഴുക്കൊക്കെ മാറാൻ ഈ മെത്തേഡ് മതി. ഒരിക്കലും നനഞ്ഞിരിക്കുന്ന വണ്ടി അതേപടി കൊണ്ടുപോകരുത്. നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് വണ്ടി പുറത്തേക്ക് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ വാട്ടർ സ്റ്റെയിൻസ് പിടിച്ച് നമ്മൾ നേരെ എടുത്ത പണി മുഴുവൻ വേസ്റ്റായി പോയിട്ടുണ്ടാവും. എല്ലാവരും മറന്നു പോകുന്ന സ്ഥലമാണ് ഇതുപോലെ ബൂട്ട് അടയ്ക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഇടയ്ക്കേക്കിടെ ഇരിക്കുന്ന ചെളി, അതുപോലെ ഡോറിൻ്റെ ഇടയ്ക്കുള്ളത്, ഇതുപോലത്തെ സ്ഥലങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് നമ്മുടെ വണ്ടീനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഓരോരോ ചെറിയ ചെറിയ വിടവുകൾ നമ്മൾ മറന്നു പോകാൻ ചാൻസുള്ള സ്ഥലങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കുക. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. വണ്ടി നല്ലോണം തിളങ്ങുന്നുണ്ട്. ഞാനിത് യാതൊരു രീതിയിൽ എഡിറ്റ് ചെയ്ത വീഡിയോ അല്ല. ഈ ഒരു ക്ലിപ്പ് യാതൊരു രീതിയിലുള്ള കളർ കറക്ഷൻസും നടത്തിയിട്ടില്ല. വണ്ടി ഫുള്ളി തിളങ്ങി നല്ല കുട്ടപ്പനായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. ഇങ്ങനെ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ വണ്ടി എപ്പോഴും പ്രസൻറ്റബിളായിട്ടിരിക്കുക, ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നത്, അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് വണ്ടി കാണുമ്പോൾ. അതുപോലെ തന്നെ വണ്ടിയുടെ അകത്ത് കയറുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ ഈ ലെതർ ക്ലീനറും ബാക്കിയുള്ള ഡാഷ്ബോർഡ് ക്ലീനറൊക്കെ യൂസ് ചെയ്ത കാരണം വണ്ടിയുടെ അകത്തൊരു പ്രത്യേക ഒരു ഫ്രഷ്, ഒരു ക്ലീൻ ചെയ്ത സ്മെല്ല്, അതുപോലെ വണ്ടി കാണുമ്പോഴുള്ള ഭംഗി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടി ക്ലീനായിട്ട് സൂക്ഷിക്കുന്നത്. ഇതുപോലെ മറക്കാൻ പാടില്ലാത്തതാണ് എൻജിൻ ബേ. നമ്മൾ ബോണറ്റ് തുറന്ന് അതിൻ്റെ അകത്ത് തുറന്ന് നോക്കിയാൽ പോലും നമ്മുടെ വണ്ടി ഇന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇപ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടി അത്യാവശ്യം പുത്തൻ വണ്ടിയാണെന്ന് തന്നെ തോന്നുള്ളൂ എല്ലാവരും പറയുന്നത് എനിക്ക് ഉറപ്പാണ്. എല്ലാ സ്ഥലങ്ങളും പ്രത്യേകിച്ച് പ്രോഡക്റ്റൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് നല്ലോണം തുടച്ചതാണ്. അപ്പോൾ ഇത് ക്ലീനിങ്ങിൻ്റെ അങ്ങനെ ഒരു ഹൗ ടു വീഡിയോ ഒന്നുമല്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇഷ്ടംപോലെ കാർ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു വീഡിയോ എടുക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായത്. ഒരു കയ്യിൽ ഇതും പിടിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനൊന്നും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇച്ചിരി കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.